ഹലോ കൂട്ടുകാരി, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം സൂവിലേക്കാണ് കേട്ടോ. അച്ഛയും അമ്മയും ഞാനും അപ്പവും കൂടി ആണ് കേട്ടോ പോയത്. അപ്പുക്കുട്ടൻ ആദ്യമായിട്ടാട്ടോ ട്രെയിനിൽ കയറുന്നത്. വെളുപ്പിനെ 5:30 ട്രെയിനിനാണ് ഗൈസ് ഞങ്ങൾ മുളന്തുരുത്തിയിൽ നിന്ന് കയറിയത്. അച്ഛയ്ക്കും അമ്മയ്ക്കും 80 രൂപയും എനിക്ക് 40 രൂപയുമാണ് കേട്ടോ ടിക്കറ്റ്. നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു പുറത്ത്. ഗൈസ് ഇപ്പം ഞങ്ങളൊരു കായലിൻ്റെ മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ സൂവിലെ ക്യാൻറ്റീനിലേക്കാണ് പോയത്. നല്ല വിശപ്പായിരുന്നു ഗൈസ്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് ഒരു ചില്ലി ചിക്കനും പൊറോട്ടയാണ് കേട്ടോ. അപ്പൂസും അച്ഛയും പൊറോട്ടയാണ് കഴിച്ചത്. അമ്മ ഇടിയപ്പം കടലക്കറിയും ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഫുഡായിരുന്നു ഗൈസ്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സൂവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാം കേട്ടോ. അച്ഛൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. മൊബൈലും പൈസയൊക്കെ ഞങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അവിടെ ഒരു അങ്കിള് നിൽക്കുന്നുണ്ട്. ആ അങ്കിളിന് ടിക്കറ്റ് കാണിച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ കുറേ കാട്ടുപോത്തിനെയാണ് കേട്ടോ കണ്ടത്. ഒരെണ്ണം ഒരു 100 കിലോയൊക്കെ വരും കേട്ടോ. ഭയങ്കര വലിപ്പമായിരുന്നു. അങ്ങനത്തെ 3 എണ്ണം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പുറത്ത് തന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ട സിംഹം പോലെ തോന്നും. അതുങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അത് നടന്ന് എങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. ഒരു കല്ല് അടുക്കി വെച്ചിരിക്കുന്നത് ഒരു സ്ഥലത്തിൻ്റെ മേളിൽ പോയിട്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. കുറേ പേര് കണ്ടുകൊണ്ടാണ് തോന്നുന്നു. അത് അവിടെ നിന്നിട്ട് ഹായ് ഒക്കെ പോലെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു മരത്തിൽ 2 കുരങ്ങന്മാരും കുഞ്ഞുമാമാരൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. 2 എണ്ണമാണ് കേട്ടോ. ഒരെണ്ണം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ബംഗാൾ കുരങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഇത് 1-2 എണ്ണമൊക്കെ ഉള്ളൂ. പിന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെയൊക്കെ ഞങ്ങൾ കുറേ നേരം കണ്ടോ. അപ്പുക്കുട്ടനെ അതൊക്കെ കണ്ടിട്ട് കുറേ ഒച്ചയൊക്കെ എടുത്ത് ചാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇതാണ് ഗൈസ് കൂമൻ. ഇത് മുങ്ങേനേക്കാട്ടിലുമൊക്കെ വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ 2 ഉണ്ടക്കണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ മിഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരെയും കൂടെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അപ്പുറത്തെ കൂട്ടിൽ പിന്നെ വലിയൊരു മുതല കിടപ്പുണ്ടായിരുന്നു. അപ്പുറത്ത് വലിയൊരു കൂട്ടിൽ കൊക്കും അരയണ്ണനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നേ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കീരി നീന്തി കുളിച്ചോണ്ട് നിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇതായിട്ട് നമ്മൾ വന്ന് നിൽക്കുന്ന സിംഹത്തിൻ്റെ അടുത്തേക്കാണ്. ഒരെണ്ണം അവിടെ കിടക്കുവാണ്, ഒരെണ്ണം അതിന് നടക്കുവാണ് കേട്ടോ. ഇവിടെ 2 ഹിപ്പോപ്പൊട്ടാമസ് അടി കൂടുന്നുണ്ട്. വേറെയും കുറേ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോരാം.
ഗൈസ് ഇത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനാണ് പറഞ്ഞത് ഇത് മ്ലാവെന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇതവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെയൊക്കെ കണ്ട സന്തോഷത്തിൽ അപ്പൂസൻ ഇതിലേക്ക് വലിച്ചുകൊണ്ട് നടക്കുവാണ്. ഇനി പുലിയും കുറേ പാമ്പുകളും ഒക്കെ ഉണ്ട്. ഇനി അതിനെയൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കുവാണ് കേട്ടോ ഗൈസ്. നല്ല ചാള വറുത്തത്, മുട്ട വറുത്തത്, അച്ചാറ്, പരിപ്പ് കറി. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡാണ് ഗൈസ്. നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ 3D കാണാൻ കയറിയേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഞങ്ങളുടെ ഇന്നത്തെ ടൂർ വിശേഷം ഇതൊക്കെയായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.